ഞാൻ എന്നെ തന്നെ മണ്ടീന്ന് വിളിക്കാമെന്ന് ആദില പറയണം. അപ്പോൾ ആ നൂറ് പറയണം, സത്യം പറയല്ല ഒരു അസൽ. അപ്പോൾ ഇത്രയും നാൾ നീ എന്നോട് അഭിനയിക്കായിരുന്നു, ചിരിച്ചോണ്ടാണ് പറയുന്നത് കേട്ടോ. ഇത്രയും നാൾ നീ എന്നോട് അഭിനയിക്കായിരുന്നില്ലേ, ഉള്ള കാശിൻ്റെ കണക്കും എല്ലാം എൻ്റെ തലയിൽ വെച്ചിട്ട്. നൂറ് അത് കേട്ട് ചിരിക്കുന്നു. ഞാൻ ബേബിനോട് മുന്നേ പറഞ്ഞല്ലോ, എനിക്കിതൊരു ലുഡോ ഗെയിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ലുഡോയിൽ നമ്മൾ എന്താ കളിക്കുന്നത്, നമ്മൾ 4 ആൾക്കാരുണ്ടായിരിക്കും, ഓരോരുത്തരെ വെട്ടി പോകും, അവസാനം നമ്മൾ കൂട്ടിലെത്തും. അപ്പം നൂറ് അതിൽ പറയുന്നത്, അതിനെന്തിനാ ഞാൻ മണ്ടിയാകുന്നതെന്ന്. അപ്പം ഞാൻ നിന്നെയും വെട്ടുമെന്ന് നൂറ, നീ നിന്നാലും ഇല്ലെങ്കിൽ എനിക്ക് ബെനിഫിറ്റേ ഉള്ളെന്ന് നൂറ. ഇത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ആദില ഔട്ടാവുന്ന നേരം ഈ നൂറ കരഞ്ഞതേ ഇല്ല. പിന്നെ ആദിലയ്ക്ക് പക്ഷേ നൂറയെടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നൂറയ്ക്ക് അത്രയൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളേ. എന്ത് ബെനിഫിറ്റാണ് നിനക്ക് ഞാൻ പോയാലും ചോദിക്കുമ്പോൾ, നീ പോയാൽ എനിക്ക് മിഠായി കൊണ്ടുവരാൻ ഡ്രസ്സ് കൊടുത്തു വിടും, അത്. എന്നിട്ട് നൂറ ചിരിക്കുന്നു, ആദില ഒരു പിച്ച് കണക്ക് കൊടുക്കുന്നു. എന്നിട്ട് അന്നേരം തന്നെ പറയുന്നു, പ്രേക്ഷകർ നിന്നെ നിർത്തട്ടെ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ആദില പറയുന്നത് വെറും പതുക്കെയാണ്, ഒന്നും അത്ര ക്ലിയർ ആവുന്നില്ല. കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ബെഡ് മാറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് നൂറ ചോദിക്കുന്നു. ഇത്രയും നാൾ കൂടെ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യേ വെറുതെ തമാശ പറഞ്ഞില്ല, നീ എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന്. ഞാൻ വെറുതെ പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്നും പറഞ്ഞ് നൂറ ചിരിക്കുന്നു. പിന്നെ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കല്ലോ എന്നൊക്കെ പറയുന്നത്. ഇല്ലില്ല, അങ്ങനൊന്നും ഇല്ല, എനിക്ക് കുറച്ച് സാധനത്തിനോട് കുറച്ച് ആഗ്രഹം ഉണ്ടെന്ന്, അത് ഞാൻ വാങ്ങുമെന്ന് നൂറ. എനിക്ക് കിട്ടിയ പൈസയ്ക്ക് ഞാൻ വാങ്ങും. അപ്പോൾ അതിൽ പറയുന്നത്, ദൂർത്തടിക്കാൻ പാടില്ല കേട്ടോ, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അങ്ങനല്ല, നിൽക്ക്, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന നൂറ. എനിക്ക് കുറച്ച് ഫുഡ് കഴിക്കണം, അത് വയറ് നിറച്ച് എനിക്ക് മതിയാവോളം തിന്നണം, എന്നിട്ട് അവിടെ നിർത്തുമെന്ന്. ഒരാഗ്രഹം സാധിക്കാമല്ലോ എനിക്ക്. ഇത്രയും കിട്ടിയതല്ലേ, എനിക്ക് എൻ്റെ സെൽഫൊന്ന് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. അതാ ഞാൻ പറഞ്ഞ, നൂറയ്ക്ക് അത്ര ഒരു ഇതൊന്നുമില്ല. നൂറ അങ്ങനെ ആയിരുന്നെങ്കിൽ പറഞ്ഞേനല്ലോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കാം നമുക്കെന്ന് പറഞ്ഞേനല്ലോ. ഇതങ്ങനൊന്നുമല്ല നൂറ പറയുന്നത്. നമ്മൾ നമ്മുടെ സെൽഫിനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് നൂറ പറയുന്നത്. ഐ ആം വെയിറ്റിംഗ് സീ ദ ഔട്ട്സൈഡ് ദ വേൾഡ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇപ്പോൾ എന്ന് നൂറ പറയുന്നത്. ബേബി ഈ വീക്കിൽ എവിക്ഷന് വന്നതിലും എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പോൾ. സ്റ്റോർ റൂമിൽ ബെല്ലടിച്ച് നൂറ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.